ഭൂമി ബ്ലാക്ക് ഹോളിന് ഉള്ളിലോ? ഞെട്ടലോടെ ശാസ്ത്രലോകം. നമ്മൾ ഒരുപാട് പുരോഗതിയിൽ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും നമ്മൾ അറിയാത്ത, മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില സ്ഥലങ്ങളും സംഭവങ്ങളും കൂടെ ഇനിയുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഇന്ന് ഭൂമിയിലുള്ള ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോളിനെ ടൈം ട്രാവലുമായും ഏലിയനുമായും പല യൂണിവേഴ്സുമായും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. പ്രകാശത്തെ പോലും വലിച്ചെടുക്കുവാൻ കെൽപ്പുള്ള ബഹിരാകാശ പ്രതിഭാസമാണിത്. ഭൂമി അടക്കം അറിയുന്ന പ്രപഞ്ചം തന്നെ ഒരു ബ്ലാക്ക് ഹോളിനകത്തായേക്കാം എന്ന ഞെട്ടിക്കുന്ന നിരീക്ഷണത്തിലേക്കാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ പുതിയ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നത്. ശാസ്ത്രജ്ഞർ കരുതിയതിനേക്കാൾ വളരെ മുൻപ് സൗരയൂഥങ്ങൾ അടങ്ങുന്ന നിരവധി ഗാലക്സികൾ രൂപം കൊണ്ടതായി ടെലസ്കോപ്പ് കണ്ടെത്തിയിരുന്നു. പ്രപഞ്ചം രൂപം കൊണ്ടെന്ന് കരുതുന്ന ബിഗ് ബാങ്ങിന് വെറും 250 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം തന്നെ ജഡസ് GSZ എന്ന ആകാശഗംഗ രൂപം കൊണ്ടതായി കണ്ടെത്തിയിരുന്നു. ആകാശഗംഗകൾ രൂപം കൊള്ളുവാൻ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്ന ധാരണയ്ക്ക് വിരുദ്ധമായിരുന്നു ഇത്. കൂടാതെ വൃത്താകൃതിയിലുള്ള ആകാശഗംഗകൾ രൂപപ്പെടുവാൻ 1000 കോടി വർഷങ്ങൾ വേണമെന്ന ധാരണയും ഇത് തിരുത്തി. ഭൂമി അടക്കമുള്ള സൗരയൂഥം ഉൾപ്പെടുന്ന മിൽക്കി വേ ഗാലക്സി ഇത്തരം ഒരു വൃത്താകൃതിയിലുള്ള ഗാലക്സിക്കുള്ളിലാണുള്ളത്. ഇതുകൂടാതെ പഠനം നടത്തിയ 263 ഗാലക്സികളിൽ ഭൂരിഭാഗവും ഒരേ ദിശയിലാണ് കറങ്ങുന്നതെന്നും ടെലസ്കോപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് ഗാലക്സികൾ വ്യത്യസ്ത ദിശയിലേക്ക് കറങ്ങുന്നുവെന്ന ധാരണയെ തകർക്കുന്നതാണ്. കൂടുതൽ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഞെട്ടിയത് ഇതിനെ ബ്ലാക്ക് ഹോളുമായി താരതമ്യപ്പെടുത്തിയപ്പോഴാണ്. ബ്ലാക്ക് ഹോളുകളുടെ ശക്തമായ ഗുരുത്വം അതിനടുത്തുള്ള വസ്തുക്കളെയും കറക്കുന്നുണ്ട്. നാം ഒരു ബ്ലാക്ക് ഹോളിനകത്തായതിനാലാകാം എല്ലാ ഗാലക്സികളും ഒരേ ദിശയിലേക്ക് കറങ്ങുന്നത് എന്നാണ് നിരവധി ശാസ്ത്രജ്ഞരുടെ നിഗമനം. മുൻധാരണകളെ തള്ളിക്കളയുന്ന നിരീക്ഷണം പ്രപഞ്ചത്തിന്റെ സങ്കീർണമായ പ്രവർത്തനത്തെക്കുറിച്ചും ഒളിഞ്ഞിരിക്കുന്ന പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും കൂടുതൽ കൗതുകമുണർത്തുന്നതാണ്.